ഇത് 3 പതിറ്റാണ്ടായി നമ്മുടെ നാട് ആഗ്രഹിക്കുന്ന ഒരു കാര്യത്തിൻ്റെ സാക്ഷാത്കാരമാണ്. നമുക്കറിയാം, ആറന്മുള വാസ്തുവിദ്യ ഗുരുകുലം, ആറന്മുള എന്ന നമ്മുടെ ഈ ഭൂപ്രദേശത്തെ മനോഹരമായ സംസ്കാരവും പൈതൃകവും ചരിത്രവും ആചാരവും വിശ്വാസവും പ്രകൃതിയും ഒക്കെ അതിമനോഹരമായി സമന്വയിച്ചിരിക്കുന്ന ഈ മനോഹരമായിട്ടുള്ള നമ്മുടെ ഈ ഭൂപ്രദേശത്തെ ലോകത്ത് അടയാളപ്പെടുത്തുമ്പോൾ ആ അടയാളപ്പെടുത്തലുകളുടെ ആദ്യ അടയാളപ്പെടുത്തലുകളിൽ ഒന്നായി വരുന്ന ഒന്നാണ് വാസ്തുവിദ്യ ഗുരുകുലം എന്നുള്ളത്. അപ്പോൾ വാസ്തുവിദ്യ ഗുരുകുലത്തിന് സ്വന്തമായിട്ടുള്ള ഒരു കെട്ടിടം സാധ്യമാകണം എന്നുള്ളത് നമ്മുടെ 33 വർഷമായിട്ടുള്ള ആഗ്രഹമാണ്. 1993 മുതൽ അതിനു വേണ്ടിയിട്ട് ഒരുപാട് പരിശ്രമങ്ങൾ നടന്നു. പിന്നീട് ഈ ഒരു 10 വർഷത്തെ കാര്യം നമ്മൾ പറയുമ്പോൾ ഭൂമി സംബന്ധമായിട്ടുള്ള കേസുകൾ, പല കേസുകൾ നിലവിലുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒട്ടേറെ തടസ്സങ്ങൾ നിലവിലുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം പരിഹരിച്ച്, സാങ്കേതികമായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ച്, അതിൻ്റെ കുരുക്കുകൾ അഴിച്ചുകൊണ്ട് നമുക്ക് അപ്പോഴും നിർമ്മാണം എങ്ങനെ സാധ്യമാകും എന്നുള്ളത് അവിടെയാണ് ഇവിടെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ വിശദീകരിച്ചു. പ്രകൃതിയെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള നിർമ്മാണമാണ്. ഏത് രീതിയിലുള്ള നിർമ്മാണമാണോ ഇവിടെ വേണ്ടത് ആ നിലയിലാണ്. അപ്പോൾ തൂണുകളിൽ ഉയർത്തിയുള്ള നിർമ്മാണം അത് സാധ്യമാക്കിക്കൊണ്ട് അതിമനോഹരമായിട്ടാണ് ഇതിവിടെ നിർമ്മിക്കപ്പെടാനായിട്ട് പോകുന്നത്. 20 കോടി രൂപ സംസ്ഥാന സർക്കാരിൻ്റെ പ്ലാൻ ഫണ്ടിലൂടെ അനുവദിച്ച് അതിൽ 10 കോടി രൂപ ആദ്യ ഇതിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മുടെ കെട്ടിട നിർമ്മാണം സാധ്യമാകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ഘട്ടത്തിൽ നമ്മുടെ കേരളത്തിൻ്റെ സാംസ്കാരിക മേഖലയിൽ, സിനിമാ മേഖലയിൽ വളരെ ശക്തമായ തീരുമാനങ്ങൾ എടുക്കുകയും വളരെ വളരെ ക്രിയാത്മകമായിട്ടുള്ള ഇടപെടൽ നടത്തിക്കൊണ്ട് ഏറ്റവും ഫലപ്രദമായ നിലയിൽ അതിന് നേതൃത്വം നൽകുകയും ചെയ്യുന്ന ബഹുമാന്യനായിട്ടുള്ള സജി ചെറിയാൻ മിനിസ്റ്ററോട് ഈ നാടിൻ്റെയും ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയപൂർവ്വമായിട്ടുള്ള നന്ദി ഈ അവസരത്തിൽ പ്രത്യേകമായിട്ട് അറിയിച്ചുകൊള്ളട്ടെ. അതോടൊപ്പം തന്നെ നമ്മുടെ വാസ്തുവിദ്യ ഗുരുകുലത്തിൻ്റെ ടീം ഇവിടെ പറഞ്ഞു, എല്ലാവരും ഈ ഒരു ഘട്ടത്തിൽ ഇത് സാധ്യമായൊരു ഏക മനസ്സോടെ നിന്നുകൊണ്ട് ഇത് പ്രവർത്തിച്ചത് കൊണ്ടാണ്. ഇവിടെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ പറയുകയുണ്ടായി. ഈ എക്സിക്യൂട്ടീവ് ഡയറക്ടർ നമ്മൾ വളരെ പോസിറ്റീവായിട്ടുള്ള എപ്പോഴും ഒരു നമ്മൾ പറയുന്നത് അങ്ങനെയുള്ള ഒരു സമീപനമാണ് അദ്ദേഹത്തിന് ഉള്ളത്. അതുപോലെ ബഹുമാനപ്പെട്ട വൈസ് ചെയർമാൻ ഇവിടെ സ്വാഗതം ആശംസിക്കുകയുണ്ടായി. എല്ലാവരും 1-2 കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഇവിടെ നമ്മൾ കണ്ടു അതിൻ്റെ ഇന്നവേഷൻ എങ്ങനെയാണ്, അതിൻ്റെ പുറകിലൂടെയാണ് നമ്മുടെ ചാല് പോകുന്നത്. ആ ചാൽ 25 ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ട് അത് നമ്മൾ കഴിഞ്ഞ ഒരു 6 വർഷം മുൻപ് അത് ഡീപ്പൻ ചെയ്തിരുന്നു. അതിൻ്റെ ഉദ്ദേശം നമുക്കതിലൂടെ ചെറിയ വള്ളങ്ങൾ പോവുക എന്നുള്ളതായിരുന്നു. അപ്പം അതിൻ്റെ ഒരു പദ്ധതി നമുക്ക് നിലവിലുണ്ട്. അതായത് ഇതിലൂടെ സഞ്ചരിച്ചുകൊണ്ട് ആറന്മുളയുടെ ഗ്രാമഭംഗി മുഴുവൻ, ഒരിടത്ത് നെൽകൃഷി, അപ്പുറത്ത് നമ്മൾ കാണുന്ന കരഭൂമിയിൽ ഗ്രാമീണമായിട്ടുള്ള ജീവിതം, അവിടെ കൃഷി, അവിടെ നമ്മുടെ പരമ്പരാഗതമായിട്ടുള്ള കാര്യങ്ങൾ. അപ്പം അങ്ങനെ ഒരു പ്രോജക്റ്റ് ഓൾറെഡി നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ വാസ്തുവിദ്യ ഗുരുകുലം കൂടി അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ വരുന്നതോടുകൂടി അതിനുള്ള ഫണ്ട് കൂടി സർക്കാർ അനുവദിച്ചിട്ടുണ്ട്. ഞങ്ങൾ എല്ലാ MLA-മാർക്കും നവകേരള സദസ്സിൻ്റെ ഭാഗമായി ഓരോ നിയോജക മണ്ഡലത്തിനും 7 കോടി രൂപയുടെ ഭരണാനുമതിയാണ് ലഭിച്ചിട്ടുള്ളത്. അതിൽ ഞാൻ അഭ്യർത്ഥിച്ചത് ആറന്മുളയിലെ നമ്മുടെ ഈ പഞ്ചായത്തിലെ ഈ ഭൂപ്രദേശത്തെ ഈ ഒരു പ്രോജക്റ്റിൽ ടൂറിസവും എല്ലാം ഉണ്ട്. അതിൻ്റെ ആളുകൾ വന്ന് ഇതെല്ലാം നമ്മൾ കണ്ടുപോകുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് 7 കോടി രൂപ അതിനനുവദിച്ച് ഗവൺമെൻറ് ഉത്തരവായിട്ടുണ്ട് എന്നുള്ള സന്തോഷം കൂടി ഞാനിവിടെ അറിയിക്കട്ടെ. അതിലും വലിയ ഒരു സന്തോഷം കൂടിയുണ്ട്. എല്ലാം ബഹുമാനപ്പെട്ട പള്ളിയോട സേവാ സംഘം പ്രസിഡന്റ് അദ്ദേഹവും ഇവിടെ ഉണ്ട്. അതുകൂടി പറഞ്ഞ് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. അതായത് ഈ കഴിഞ്ഞ കിഫ്ബി ബോർഡും അതോടൊപ്പം ബഹുമാനപ്പെട്ട മിനിസ്റ്ററും ഞാനും ഒക്കെ പങ്കെടുത്ത നമ്മുടെ കഴിഞ്ഞ ക്യാബിനറ്റ് യോഗവും അതിൻ്റെ തീരുമാനം പുറത്തു വന്നു കഴിഞ്ഞു. ആ ക്യാബിനറ്റ് യോഗത്തിൽ നമ്മളൊരു ഡിസിഷൻ എടുത്തിട്ടുണ്ട്. ആറന്മുളയിൽ ഇപ്പോൾ നമ്മളിപ്പം നിർമ്മിച്ചത് സത്രത്തിൻ്റെ അവിടെയുള്ള ഗാലറിയും അവിടേക്കുള്ള നടപ്പാതയുമാണ്. അപ്പോൾ അതിൻ്റെ ശേഷിക്കുന്ന ക്ഷേത്രക്കടവ് വരെയുള്ള ഭാഗങ്ങളിലെ നടപ്പാതയും മറ്റനുബന്ധ കാര്യങ്ങളും നിർമ്മിക്കുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാർ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ അനുവാദത്തോടെ 10 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് വേറൊരു ഇതുകൂടെ ഉണ്ടായിരുന്നു. നമുക്കവിടെ ഈ പന്തലിടുമ്പോൾ ഓരോ വർഷവും ലക്ഷക്കണക്കിന് രൂപയാണ്
പള്ളിയോട സേവാ സംഘത്തിന് ചിലവാകുന്നത്. അപ്പോൾ അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അത് നമ്മൾ PWD എസ്റ്റിമേറ്റ് എടുത്തൊക്കെ പോയിട്ടുണ്ട്. അതും ഇപ്പോൾ നമുക്ക് TS ആയി കഴിഞ്ഞാൽ അതിൻ്റെ ടെൻഡർ നടപടിയിലേക്ക് പോകാൻ കഴിയും. വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഈ പ്രോജക്റ്റിന്റെ ഭാഗമായി ഈ നമ്മുടെ ചുവരുകൾ ഇപ്പം നമ്മുടെ പഴയ ആറന്മുളയിലെ നമ്മുടെ ഐക്യത ജംഗ്ഷൻ നമുക്ക് ഓർമ്മയുണ്ടായിരുന്നു. ഒട്ടും സ്ഥലമില്ലാതെ ഉള്ളൊരു കാറ് പോലും ഒരു സ്കൂട്ടർ പോലും നടന്നു പോകാൻ പറ്റില്ല. അപ്പം അന്ന് നമ്മൾ സർവേ നടത്തി PWD അതൊക്കെ ഇട്ടിട്ട് വൃത്തിയാക്കി അകത്തോട്ട് അതൊക്കെ കെട്ടിയിട്ട് വൃത്തിയാക്കിയിട്ടുണ്ട്. സത്രത്തിന്റെ മതിൽ നമ്മൾ വൃത്തിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ അവിടെ ചുവർ ചിത്രങ്ങൾ എഴുതാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ചുവർ ചിത്രങ്ങൾ അവിടെ വസുദ്ധ്യ ഗുരുകുലത്തിന്റെ നേതൃത്വത്തിലായിരിക്കും അത് എഴുതുക.